ഹലോ നമസ്കാരം. നമ്മുടെ ഫണ്ടമെന്റൽ ഓഫ് ഇലക്ട്രിക്കൽ സർക്യൂട്ട്സിന്റെ 12ാമത്തെ ക്ലാസ് ആണ്. പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്, തെവനിൻസ് തിയറം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂപ്പർ പൊസിഷൻ തിയറവും അതിന്റെ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്തായിരുന്നു. അപ്പൊ എല്ലാവരും അത് മനസ്സിലാക്കി ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന തെവനിൻസ് തിയറം എന്താണെന്ന് ആദ്യം നമുക്ക് പഠിക്കാം. അതിനുശേഷം അതിന്റെ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. ഓക്കെ, എന്താണ് തെവനിൻസ് തിയറം, അത് എങ്ങനെ ചെയ്യാമെന്ന് നമുക്കിന്ന് നോക്കാം. സോ എന്താണ് തെവനിൻ തിയറം, അതാണ് നമ്മുടെ ചോദ്യം അല്ലെ. സോ തെവനിൻ തിയറം എന്ന് പറഞ്ഞാൽ എനി കോംപ്ലക്സ് ലീനിയർ ഇലക്ട്രിക്കൽ സർക്യൂട്ട്, അതായത് നമ്മൾ പറഞ്ഞു ലീനിയർ ഇലക്ട്രിക്കൽ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ഈ പറഞ്ഞ റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ ഒക്കെ ഉണ്ട്. പക്ഷെ അതെന്താണ്, നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് അനുസരിച്ച് ഔട്ട്പുട്ട് തരുന്ന, അതായത് ലീനിയർ ആയിരിക്കും. അതിന്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് വി ഐക്ക് ആരോ തരുമ്പോൾ ലീനിയർ ആയിരിക്കും. അത്തരത്തിലുള്ള ഒരു ലീനിയർ ഇലക്ട്രിക്കൽ സർക്യൂട്ട്. അത് പക്ഷെ കോംപ്ലക്സ് ആണെന്ന് പറയുന്നുണ്ട് അല്ലെ. അവിടെ ഒരുപാട് വോൾട്ടേജ് സോഴ്സുകളും അതുപോലെ റെസിസ്റ്ററുകൾ, അങ്ങനെ പല സാധനങ്ങളും, വോൾട്ടേജ് സോഴ്സ്, കറണ്ട് സോഴ്സ് ഒക്കെ പല വിധത്തില് ഇങ്ങനെ എന്താ പറയാ വെച്ചിട്ടുള്ള ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ലീനിയർ ഇലക്ട്രിക്കൽ സർക്യൂട്ട് കണ്ടെയ്നിങ് വോൾട്ടേജ് സോഴ്സസ്, കറണ്ട് സോഴ്സസ് ആൻഡ് റെസിസ്റ്റേഴ്സ്. പറഞ്ഞ പോലെ തന്നെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് ആണ് നമ്മുടെ കയ്യിലുണ്ട്. ലീനിയർ സർക്യൂട്ട് ആണ്. അതിൽ വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, കറണ്ട് സോഴ്സ് ഉണ്ട്, പിന്നെ റെസിസ്റ്റേഴ്സ് ഉണ്ട്. ഇതിനൊക്കെ ഇപ്പം ഞാനിവിടെ ഒരു എക്സാമ്പിൾ വരയ്ക്കാം. ഇതൊരു, ഫോർ എക്സാമ്പിൾ നമുക്ക് ഇതൊരു ഒരു കോംപ്ലക്സ് സർക്യൂട്ട് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ട്, പിന്നെ വേറെന്താണ്, ഇവിടെ റെസിസ്റ്റർ ഉണ്ട്, പിന്നെ ഇവിടെ ഒരു കറണ്ട് സോഴ്സ് ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം അല്ലെ. അപ്പം ഇതൊരു വോൾട്ടേജ് ആണ്, ഇതൊരു കറണ്ട് സോഴ്സ് ആണ്, ഇവിടെ ഒരു R1 ഉണ്ട്, R2 ഉണ്ട്, R3 ഉണ്ട്. സോ ഇതൊരു കോംപ്ലക്സ് ലീനിയർ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ആണെന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വോൾട്ടേജ് സോഴ്സ്, കറണ്ട് സോഴ്സ്, റെസിസ്റ്റേഴ്സ് ഒക്കെ ധാരാളം ഉണ്ട് അല്ലെ. ഇതിനൊക്കെ പാടെ നമുക്ക് ഒരു സിംഗിൾ ഇക്വലന്റ് വോൾട്ടേജ് ആയിട്ടും, വോൾട്ടേജ് സോഴ്സ് ആയിട്ടും, അതുപോലെ തന്നെ അതിനോട് സീരീസ് ആയിട്ട് ഒരു സിംഗിൾ റെസിസ്റ്റൻസ് ആയിട്ടും എന്ത് ചെയ്യാം, റീപ്ലേസ് ചെയ്യാന്നാ പറയുന്നത്. സോ നമ്മൾ ഈ ഒരു കോംപ്ലക്സ് നെറ്റ്വർക്ക് അല്ലെങ്കിൽ കോംപ്ലക്സ് സർക്യൂട്ടിനെ നമുക്ക് എങ്ങനെ മാറ്റി വരയ്ക്കാന്നാ പറയുന്നത്. അതായത് ഒരു സിംഗിൾ വോൾട്ടേജ് സോഴ്സ് ആയിട്ടും അതിന് പാരലൽ ആയിട്ട്, അതിന് സീരീസ് ആയിട്ടുള്ള ഒരു റെസിസ്റ്ററും. ഈ VTH ആണ് തെവനിൻ വോൾട്ടേജ്, RTH ആണ് തെവനിൻ റെസിസ്റ്റൻസ്. സോ നമുക്ക് ഏതെങ്കിലും ഒരു ലോഡ് റെസിസ്റ്റൻസിന്റെ അക്രോസ് ഉള്ള കറണ്ടോ അല്ലെങ്കിൽ വോൾട്ടേജോ ആയിരിക്കും കാണാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാവുക ചോദ്യത്തില്. സോ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പറയുന്ന സമയത്ത് നമ്മളിപ്പോ ഈ സർക്യൂട്ടിൽ ഈ ഒരു റെസിസ്റ്ററിന്റെ കൂടെ ഒഴുകുന്ന കറണ്ട് കണ്ടുപിടിക്കാനാണ്, അല്ലെങ്കിൽ ഇതിന്റെ ഇവിടെയുള്ള വോൾട്ടേജ് ഡ്രോപ്പ് അല്ലെങ്കിൽ വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വലിയൊരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു വലിയൊരു കോംപ്ലക്സ് സർക്യൂട്ട് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കണം, അല്ലെ, കുറച്ച് പാടാണ്. അപ്പൊ അതിന് പകരം നമ്മൾ എന്ത് ചെയ്തു, അതിനെ ഇത്തരത്തിലൊരു ഒരൊറ്റ സിംഗിൾ വോൾട്ടേജ് സോഴ്സ് ആയിട്ടും ഒരു സിംഗിൾ റെസിസ്റ്റർ ആയിട്ടും എന്ത് ചെയ്തു, റീപ്ലേസ് ചെയ്തു. അങ്ങനെ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഓരോ വാല്യൂസും കണ്ടുപിടിച്ച് അവസാനത്തെ നമ്മുടെ ഇതിന്റെ കറണ്ട് ആണെങ്കിൽ കറണ്ട്, അല്ലെങ്കിൽ വോൾട്ടേജ് ആണെങ്കിൽ വോൾട്ടേജ് നമ്മൾ എന്ത് ചെയ്യും, കണ്ടുപിടിക്കും. VRL ആണെങ്കിൽ VRL കണ്ടുപിടിക്കും. സോ എങ്ങനെ ചെയ്യാന്നുള്ളതൊക്കെ നമുക്ക് പറയാം. ഈ ഒരു ഐഡിയ മാത്രം മനസ്സിലാക്കി വെക്കുക ആദ്യം. സോ ദിസ് ഇക്വലന്റ് സർക്യൂട്ട് ബിഹേവ്സ് എക്സാക്ട്ലി ദ സെയിം ആസ് ദി ഒറിജിനൽ സർക്യൂട്ട് ആസ് സീൻ ഫ്രം ദി ലോഡ് ടെർമിനൽസ്. അപ്പം ഇത് ലോഡ് ടെർമിനൽസ് ആണ്. അതിന് നമ്മളിതാ ഈ ലോഡ് ടെർമിനൽസ് മാത്രം നിർത്തിയിട്ട് ബാക്കി ഒരു റെസിസ്റ്ററും ഒരു വോൾട്ടേജ് സോഴ്സ് മാത്രമാക്കി മാറ്റാണ്. സോ നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വോൾട്ടേജ് സോഴ്സും ഒരു റെസിസ്റ്ററും മാത്രമാക്കി കാണുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു ഇക്വലന്റ് സർക്യൂട്ട് കിട്ടും. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു തെവനിൻസ് തിയറം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഇവിടെ ഒരുപാട് സോഴ്സുകൾ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരുപാട് റെസിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. ഇതിനൊക്കെ പാടെ നമുക്ക് ഒരൊറ്റ വോൾട്ടേജ് സോഴ്സ് ആയിട്ടും അതിന് സീരീസ് ആയിട്ടൊരു സിംഗിൾ റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റീപ്ലേസ് ചെയ്യാം എന്നുള്ളതാണ് തെവനിൻസ് തിയറം പറയുന്നത്. എങ്ങനെ ചെയ്യാം, അതിന്റെ സ്റ്റെപ്സുകളൊക്കെ നമ്മൾ അടുത്ത സ്ലൈഡുകളിൽ നമ്മൾ പറയുന്നുണ്ട്. ജസ്റ്റ് ഈ ഒരു ഐഡിയ മാത്രം എന്ത് ചെയ്യാം, ഇപ്പൊ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമുക്കൊരു എക്സാമ്പിൾ തുടങ്ങാം അല്ലെ. ഇപ്പൊ ഞാൻ പറയാണ്, ഒരു സർക്യൂട്ട് ഉണ്ട്, ഇവിടെ ഒരു റെസിസ്റ്റർ തന്നിട്ടുണ്ട്, ഇവിടെ ഒരു റെസിസ്റ്റർ തന്നിട്ടുണ്ട്. സോ ഇത് നമ്മുടെ വോൾട്ടേജ് ആണ്,
ഇവിടെ ഒരു റെസിസ്റ്റർ R1 ഉണ്ട്, ഇവിടെ ഒരു RL ഉണ്ട്. അപ്പം ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ഫൈൻഡ് കറണ്ട് ത്രൂ RL. അതായത് ഈ RL-ന് ഒഴുകുന്ന കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മള് ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു സർക്യൂട്ട് ആണ്. കോംപ്ലക്സ് എന്ന് പറയാൻ പറ്റില്ല, സിമ്പിൾ ആണ്. നമുക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം പറയുന്നതാണ്. സോ ഇതൊരു കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ട് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം, ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്യാം. സോ ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റാന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മളൊരു ഒരു സിംഗിൾ വോൾട്ടേജ് സോഴ്സും അതുപോലെ അതിന് സീരീസ് ആയിട്ടൊരു റെസിസ്റ്ററും അതുപോലെ നമ്മളെ ലോഡ് അല്ലെ, അപ്പം VTH RTH, ഇവിടെ നമുക്ക് RL ഉണ്ട്. അപ്പം ഇതിന് അക്രോസ് ഈ AB എന്ന് പറഞ്ഞിട്ട് നമുക്ക് പേര് കൊടുക്കുകയാണെങ്കിൽ ABക്കും അക്രോസ് ഉള്ള വോൾട്ടേജും അതുപോലെ അതിലൂടെ കടന്നു പോകുന്ന കറണ്ടും കണ്ടുപിടിക്കാനാണ് ചോദ്യത്തിൽ തരിക. സോ നമ്മൾ എന്ത് ചെയ്തു, അതിന്റെ ഇക്വലന്റ് സർക്യൂട്ട് നമ്മൾ ആദ്യമായി വരച്ചു വെച്ചു. VTH ആണ്, അതുപോലെ RTH ആണ്, പിന്നെ RL ഉണ്ട്, വരച്ചു വെച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാല് ഈ ലോഡിനെ നമ്മൾ റിമൂവ് ചെയ്യും. ഇതിന് നമ്മൾ എന്ത് ചെയ്യും, ആദ്യം നമ്മൾ നമുക്ക് വേണ്ട ഔട്ട്പുട്ടിൽ ഇതാണ് ഔട്ട്പുട്ട്, അതായത് VTH RTH ഉം RL ഉം ഇതാണ് നമുക്ക് ഔട്ട്പുട്ട്. അപ്പൊ ഇതിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സർക്യൂട്ടിനെ എന്ത് ചെയ്യണം, സോൾവ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്യണം. അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ RL തന്നിട്ടുണ്ടാവല്ലോ, RL-നെ നമ്മൾ എന്ത് ചെയ്യും, ഓപ്പൺ ചെയ്യും. അതായത് ഏത് റെസിസ്റ്ററിലൂടെയുള്ള വാല്യൂസ് ആണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അതിന് നമ്മൾ എന്ത് ചെയ്യും, ഓപ്പൺ ചെയ്യും, അവിടുന്ന് റിമൂവ് ചെയ്യും. സോ ഇവിടെ എന്തായി, ഈ RL-നെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് ഇവിടെ എഴുതി. അപ്പൊ ഇവിടെ V ഉണ്ട്, ഇവിടെ R1 ഉണ്ട്. സോ ഇനി എന്ത് ചെയ്യണം, ഇനി നമുക്ക് ഈ AB എന്ന് പറഞ്ഞ പോയിന്റിൽ അക്രോസ് ഉള്ള വോൾട്ടേജ് കണ്ടുപിടിക്കണം. അതാണ് നമുക്ക് VTH, അതാണ് നമ്മളെ തെവെനിൻസ് വോൾട്ടേജ്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കൂ, ഈ V എന്ന് പറഞ്ഞ സാധനം ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യോ, കാരണം ഇതൊരു ഓപ്പൺ സർക്യൂട്ട് ആണ്, ഇതിലൂടെ കറണ്ട് പാസ് ഇല്ല, അപ്പൊ ഇവിടെ ഡ്രോപ്പ് ഇല്ല. സ്വാഭാവികമായിട്ടും ഈ V തന്നെയായിരിക്കും അല്ലെ, ഈ V തന്നെയായിരിക്കും Aക്കും Bക്കും അക്രോസ് കിട്ടുക. അപ്പൊ ഇവിടെ VTH എന്ന് പറഞ്ഞാൽ എന്താണ്, V ആണ്, വോൾട്ടേജ് തന്നെയാണ്. കാരണം ഈ V തന്നെയാണ് ഇതിലൂടെ ഈ രണ്ട് പോയിന്റും വരിക. കാരണം ഈ റെസിസ്റ്റർ കറണ്ട് കടന്നു പോകാത്ത പക്ഷം ഇതിൽ എന്തില്ല, വോൾട്ടേജ് ഡ്രോപ്പ് ഇല്ല. അപ്പൊ ഇവിടെ എന്തില്ല, ഈ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യമില്ല, ഇതൊരു ഓപ്പൺ സർക്യൂട്ട് ആയതുകൊണ്ട്. അപ്പൊ നമുക്ക് ഈ Aക്കും Bക്കും അക്രോസ് കിട്ടുന്ന വോൾട്ടേജ് എന്ത് തന്നെയായിരിക്കും, ഈ V തന്നെയായിരിക്കും. കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് RTH ആണ്. ടു ഫൈൻഡ് RTH എന്ന് വെച്ചാൽ തെവെനിൻസ് റെസിസ്റ്റൻസ്. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സോഴ്സ്, ഇപ്പൊ ഇതിൽ നിലവിൽ ഇപ്പൊ ഒരു വോൾട്ടേജ് സോഴ്സ് മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പം വോൾട്ടേജ് സോഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. നമ്മൾ സൂപ്പർ പൊസിഷൻ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. ഇനി കറണ്ട് സോഴ്സ് ആണെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് ചെയ്യും. അപ്പൊ ഇവിടെ എങ്ങനെയാ, അടുത്ത ഈ സർക്യൂട്ട് വരച്ചാൽ നേരെ ആ വോൾട്ടേജ് സോഴ്സിന്റെ ഭാഗം നമ്മൾ എന്ത് ചെയ്തു, ഷോർട്ട് സർക്യൂട്ട് ചെയ്തു. പിന്നെ ആ റെസിസ്റ്റർ അവിടെ തന്നെ ഉണ്ട്. സോ R1. ഇനി നമ്മൾ ഈ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എത്ര റെസിസ്റ്റർ ഉണ്ട്, ആകെ ഒരൊറ്റ റെസിസ്റ്ററേ ഉള്ളൂ. അപ്പൊ അതിനർത്ഥം ഇവിടെ RTH എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, R1 തന്നെയാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, RTH ഉം കിട്ടി, R1 ഉം കിട്ടി. സോ ഇനി നമ്മളിത് നമ്മുടെ ആ ഇക്വലന്റ് സർക്യൂട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് വരുന്നത്, ഇക്വലന്റ് സർക്യൂട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും VTH എന്ന് പറഞ്ഞാൽ V തന്നെയാണ്, RTH എന്ന് പറഞ്ഞാൽ R1 തന്നെയാണ്. ഇനി നമുക്ക് ഇതിന്റെ വോൾട്ടേജ് കണ്ടുപിടിക്കണം അല്ലെ, അല്ലെങ്കിൽ എന്ത് കറണ്ട് കണ്ടുപിടിക്കണം, ഇതിലൂടെ വരുന്ന കറണ്ട് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, I is equal to ടോട്ടൽ വോൾട്ടേജ് VTH ഡിവൈഡഡ് ബൈ, അപ്പൊ എന്ത് കിട്ടും, RTH പ്ലസ് RL. അതായത് ഇതൊരു സീരീസ് സർക്യൂട്ട് അല്ലേ, കറണ്ട് ഒഴുകുന്നത് ഒരൊറ്റ പാത്തിലൂടെയാണ്. അപ്പൊ എന്ത് ചെയ്യാം, സീരീസ് സർക്യൂട്ട് ആണ്. RTH എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ച തെവെനിൻ റെസിസ്റ്റൻസ് പ്ലസ് RL ലോഡ് റെസിസ്റ്റൻസ്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഇതിലൂടെ RL-ലൂടെ കടന്നു പോകുന്ന കറണ്ട് കിട്ടും. ഇതൊരു സീരീസ് സർക്യൂട്ട് ആയതുകൊണ്ട് തന്നെ I തന്നെ ആയിരിക്കും ഇതിലൂടെ കടന്നു പോകുന്നത്, ഇവിടെ നിന്ന് വരുന്ന I തന്നെ ആയിരിക്കും ഇതിലൂടെയും കടന്നു പോകുന്നത് അല്ലെ. സോ ഈ ഒരു ഇക്വേഷൻ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ സോൾവ് ചെയ്യാം. ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു സർക്യൂട്ട് വെച്ചിട്ട് നമ്മൾ ചെയ്തതാണ്. ഇതേ മോഡൽ തന്നെയാണ് നമ്മൾ എത്ര സർക്യൂട്ട് ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, സോൾവ് ചെയ്ത് ചെയ്യാം. ക്ലിയർ ആണല്ലോ. നമുക്ക് അതിന്റെ സ്റ്റെപ്പുകൾ നോക്കാം. എന്തിനാണ് നമ്മൾ തെവെനിൻസ് തിയറം ഉപയോഗിക്കുന്നത്? സോ പറയുന്ന പോലെ തന്നെ കോംപ്ലക്സ് സർക്യൂട്ടുകളെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും തെവെനിൻസ് തിയറം ഉപയോഗിക്കുന്നത്. കറണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു ലോഡ് തന്നിട്ടുണ്ടാവും, ആ ലോഡിലൂടെയുള്ള കറണ്ട്
കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു തെവനിൻസ് തിയറം കൊണ്ട് എളുപ്പത്തിൽ സാധിക്കും. സോ നമുക്ക് എന്ത് ചെയ്യാം, റിപ്പീറ്റഡ് ആയിട്ട് കാൽക്കുലേഷൻ ചെയ്യേണ്ടതിന്റെ ആ ഒരു കാര്യം നമുക്ക് ഒഴിവാക്കാം, സേവ് ചെയ്യാം, ടൈം സേവ് ചെയ്യാം. അപ്പൊ നമ്മൾ സൂപ്പർ പൊസിഷൻ തിയർ ആണെങ്കിലും ഒക്കെ പറഞ്ഞ സമയത്ത് നമ്മൾ ഓരോ സ്റ്റെപ്പ് ഒരു ലൂപ്പ് എടുത്ത് കൺസിഡർ ചെയ്യണം, അല്ലെങ്കിൽ ക്രിച്ചോസ് KVLും KCL ഒക്കെ ആണെങ്കിലും ഓരോ ലൂപ്പ് എടുത്ത് ചെയ്ത് പിന്നെ അതിന് ഇക്വേഷൻ സോൾവ് ചെയ്യണം, അങ്ങനെ വരണം. പക്ഷെ ഇവിടെ അത്ര പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ആദ്യം VTHഉം അതുപോലെ തന്നെ RTHഉം കണ്ടുപിടിക്കാനുള്ള ആ ഒരു കാര്യം മാത്രം നമ്മൾ ചെയ്താൽ മതി. ആ സ്റ്റെപ്പുകൾ മാത്രം നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാം, നമുക്ക് വേണ്ട കറണ്ടോ വോൾട്ടേജോ കിട്ടാം. പിന്നെ അതുപോലെ തന്നെ പവർ ട്രാൻസ്ഫർ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലൂടെ അനലൈസ് ചെയ്യാൻ പറ്റും. അതൊക്കെ നമുക്ക് പവർ ട്രാൻസ്ഫർ തിയറം പറയുന്ന സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ക്ലിയർ ആണല്ലോ? അപ്പൊ തെവനിൻസ് തിയറത്തിന്റെ ആവശ്യകത മനസ്സിലായല്ലോ. കോംപ്ലക്സ് സർക്യൂട്ടുകൾ സിംപ്ലിഫൈ ചെയ്യുക, അതുപോലെ ഡിഫറെന്റ് ലോഡിലൂടെയുള്ള കറണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, അതിൽ നമുക്ക് നഷ്ടപ്പെടുന്ന സമയത്തെ ലാഭിക്കാം, സേവ് ചെയ്യാം. ക്ലിയർ? ഇനി എന്താണ് VTHഉം എന്താണ് RTHഉം? അപ്പൊ ഇത് പറഞ്ഞ പോലെ തന്നെ VTH എന്ന് പറഞ്ഞാൽ എന്താ, നമ്മള് ഒരു സർക്യൂട്ട് കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ RTH എടുക്കുന്നുണ്ട്, VTH എടുക്കുന്നുണ്ട്. ഒരു കോംപ്ലക്സ് സർക്യൂട്ടിലെ മൊത്തം ഒരു ഫുൾ കോംപ്ലക്സ് സർക്യൂട്ടിനെ നമ്മൾ ഒരു സിംഗിൾ വോൾട്ടേജ് സോഴ്സ് ആയിട്ടും അതിന് സീരീസ് ആയിട്ടുള്ളൊരു റെസിസ്റ്റൻസ് ആയിട്ടും RTH ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, റിപ്ലേസ് ചെയ്യാണ്. സോ ഇറ്റ് ഈസ് ദാൻ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് അക്രോസ് ദി ലോഡ് ടെർമിനൽ. അപ്പൊ ഇവിടെ നമുക്ക് ലോഡ് ഉണ്ട് അല്ലെ, ലോഡ് ഉണ്ട്, പക്ഷെ നമ്മൾ ഇതിനെ റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ ഇതൊക്കെ കണ്ടുപിടിക്കുന്നത് അല്ലെ. സോ അതുകൊണ്ട് തന്നെ പറയുന്നതാണ് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് അക്രോസ് ദി ലോഡ് ടെർമിനൽ. നമുക്ക് കണ്ടുപിടിക്കേണ്ട ലോഡ് ടെർമിനലിന്റെ അക്രോസ് ഉള്ള ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആണ് എന്ത്, VTH. അതുപോലെ അതിന്റെ അർത്ഥം പറയുന്നുണ്ട് റിമൂവ് ദി ലോഡ് റെസിസ്റ്റർ. നമുക്കിത് റിമൂവ് ചെയ്യണം, ഇവിടുന്ന് റിമൂവ് ചെയ്യണം അല്ലെ. റിമൂവ് ദി ലോഡ് റെസിസ്റ്റർ, റിമൂവ് ചെയ്തു. ഓക്കെ. ഇനി മെഷർ ഓർ കാൽക്കുലേറ്റ് ദി വോൾട്ടേജ് അക്രോസ് ദി ടു ഓപ്പൺ ടെർമിനൽ. അപ്പം ഈ രണ്ട് ഓപ്പൺ ടെർമിനലിലും അക്രോസ് ഉള്ള വോൾട്ടേജ് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, VTH കിട്ടും. അതാണ് പറയുന്നത്, ഇത്ര വോൾട്ടാന്നുള്ളത് കിട്ടും. ക്ലിയർ ആണല്ലോ? അപ്പൊ എന്താണ് തെവനിൻ വോൾട്ടേജ് മനസ്സിലായാലും ഒരു ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആണ്, ലോഡ് ടെർമിനലിന് അക്രോസ് നമുക്ക് കിട്ടേണ്ട വോൾട്ടേജ് ആണ്. അപ്പൊ നമ്മൾ ലോഡ് ടെർമിനലിനെ റിമൂവ് ചെയ്യും. അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ലോഡ് ടെർമിനലിനെ അവിടെ ഓപ്പൺ സർക്യൂട്ട് അല്ലെങ്കിൽ റിമൂവ് ചെയ്യും, അവിടെ ഓപ്പൺ സർക്യൂട്ട് ആക്കി വെക്കും. എന്നിട്ട് അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ VTH കണ്ടുപിടിക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ അടുത്തത് തെവനിൻ റെസിസ്റ്റൻസ് എന്താണ്? ഇതേപോലെ തന്നെ തെവനിൻ റെസിസ്റ്റൻസിന്റെ പ്രത്യേകത, നമ്മൾ റെസിസ്റ്റൻസ് കാണുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും സോഴ്സുകൾ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഓഫ് ചെയ്യണം. സോ ഒന്നാമത്തെ കാര്യം റിമൂവിങ് ലോഡ് റെസിസ്റ്റർ റിമൂവ് ചെയ്യണം. നമ്മൾ VTH കണ്ടുപിടിക്കുന്ന സമയത്ത് ഓൾറെഡി നമ്മൾ ലോഡ് റെസിസ്റ്റർ റിമൂവ് ചെയ്തിട്ടുണ്ട്, അത് അതുപോലെ തന്നെ വെക്കുക, റിമൂവ് ചെയ്യുക. പിന്നെ മാത്രമല്ല റിപ്ലേസിങ് വോൾട്ടേജ് സോഴ്സിനെ നമ്മൾ എന്ത് ചെയ്യും, ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് റിപ്ലേസ് ചെയ്യും. അതുപോലെ കറണ്ട് സോഴ്സ് ആണുള്ളതെങ്കിൽ അതിനെയൊക്കെ ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് നമ്മൾ റിപ്ലേസ് ചെയ്യും. സോ സൂപ്പർ പൊസിഷൻ തിയറം പറഞ്ഞ സമയത്ത് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്ത കാര്യമാണ്. വോൾട്ടേജ് സോഴ്സ് വരുന്ന സമയത്ത് ഓഫ് ചെയ്യാനായിട്ട് നമുക്ക് ഷോർട്ട് സർക്യൂട്ട് വഴിയാണ് ഇതിനെ ഓഫ് ചെയ്യേണ്ടത്. കറണ്ട് സോഴ്സ് ആണെങ്കിൽ അതിനെ ഓഫ് ചെയ്യേണ്ടത് ഓപ്പൺ സർക്യൂട്ട് വഴിയാണ്, അല്ലെങ്കിൽ അതിനെ ആ ഭാഗത്ത് റിമൂവ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുക. ഓക്കെ, അപ്പം എന്താണ് തെവനിൻ റെസിസ്റ്റൻസ്, എന്താണ് തെവനിൻ വോൾട്ടേജ് എന്ന് ക്ലിയർ ആയല്ലോ. തെവനിൻ വോൾട്ടേജ് പറഞ്ഞാൽ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആണ്, ആ ലോഡ് ടെർമിനലിന് അക്രോസ് കിട്ടേണ്ട ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്. അതിന് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ലോഡ് റെസിസ്റ്റർ ആദ്യം റിമൂവ് ചെയ്യണം, അതിനുശേഷമാണ് ആ വോൾട്ടേജ് കണ്ടുപിടിക്കേണ്ടത്, ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കേണ്ടത്. അതേപോലെ തന്നെ തെവനിൻ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ടത് ലോഡ് റെസിസ്റ്റർ റിമൂവ് ചെയ്യുകയും വേണം, അതുപോലെ തന്നെ അതിൽ സോഴ്സുകൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ എന്ത് ചെയ്യും, ഓഫ് ചെയ്യണം. ഇപ്പൊ വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ ഒരു ഷോർട്ട് സർക്യൂട്ട് വെച്ച് ഓഫ് ചെയ്യണം, കറണ്ട് സോഴ്സ് ആണെങ്കിൽ ഒരു അതിനെ ഓപ്പൺ സർക്യൂട്ട് വെച്ച് ഓഫ് ചെയ്യണം അല്ലെങ്കിൽ റിമൂവ് ചെയ്യണം. ക്ലിയർ ആണല്ലോ? ഇനി എങ്ങനെ സോൾവ് ചെയ്യാം, സ്റ്റെപ്പ് ആയിട്ട് നോക്കാം അല്ലെ. ആദ്യം എന്ത് ചെയ്യണം പറഞ്ഞു, ലോഡ് റെസിസ്റ്റർ റിമൂവ് ചെയ്യണം. നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞ ഏത് ലോഡിലൂടെയാണോ, ഏത് ലോഡ് റെസിസ്റ്ററിലൂടെയാണോ നമ്മളെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞത്, അതിനെ നമ്മൾ എന്ത് ചെയ്യുക, ആ സർക്യൂട്ടിൽ നിന്ന് റിമൂവ് ചെയ്യണം. ദെൻ എന്ത് ചെയ്യണം, ആ റിമൂവ് ചെയ്തപ്പോൾ അവിടെ എന്തായി, ഓപ്പൺ ആയില്ലേ, ഓപ്പൺ സർക്യൂട്ട് ആയി. അപ്പം ആ ഓപ്പൺ സർക്യൂട്ടിന് അക്രോസ് ഉള്ള, ഓപ്പൺ ടെർമിനലിന് അക്രോസ് ഉള്ള വോൾട്ടേജ് നമ്മൾ കണ്ടുപിടിക്കണം, അതാണ് VTH. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും, ഇൻഡിപെൻഡന്റ് സോഴ്സുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഡീആക്ടിവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ അവിടെ ഷോർട്ട് ചെയ്യണം, കറണ്ട് സോഴ്സ് ആണെങ്കിൽ അവിടെ ഓപ്പൺ ചെയ്യണം. അതാണ് ഡീആക്ടിവേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്. ഓക്കെ, അതുപോലെ തന്നെ
അതിനുശേഷം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇക്വലന്റ് റെസിസ്റ്റൻസ് ആണ്. അവിടെ ആ സർക്യൂട്ടിൽ ഇതെല്ലാം വോൾട്ടേജ് സോഴ്സും കറണ്ട് സോഴ്സും ഒക്കെ ഷോർട്ട് ചെയ്തതിനു ശേഷം, ഷോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഓപ്പൺ ചെയ്തതിനു ശേഷം നമ്മൾ RTh അല്ലെങ്കിൽ ഇക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കും. അതാണ് നമ്മുടെ RTh. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? VTh കിട്ടും, RTh കിട്ടും. ഇത് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ നമ്മുടെ ആ ലോഡ് റെസിസ്റ്റർ കണക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതിലൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കാം. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കറണ്ട് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? VTh ഡിവൈഡഡ് ബൈ RTh പ്ലസ് RL ചെയ്താൽ മതി. കാരണം എന്താ? RTh ഉം RL ഉം സീരീസ് ആണ് അല്ലേ? ഇനി അത് തന്നെ പറഞ്ഞ പോലെ തെവെനിൻ ഈക്വലന്റ് സർക്യൂട്ട് വരയ്ക്കുക. ആ ലോഡ് കറണ്ട് കണ്ടുപിടിക്കാനായിട്ട് ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. I is equal to VTh ഡിവൈഡഡ് ബൈ RTh പ്ലസ് RL. ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ ലോഡിലൂടെയുള്ള കറണ്ട് ഫ്ലോ കിട്ടും. ഓക്കെ, സിമ്പിൾ ആണ്, വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. നമുക്ക് ഓരോ പ്രോബ്ലംസ് വെച്ച് നമുക്ക് ചെയ്യാം. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് മനസ്സിലാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? ഓക്കെ, നമുക്കൊരു ചെറിയൊരു ആദ്യം ഒരു ചെറിയ പ്രോബ്ലം തുടങ്ങാം. എന്താണ് ചോദ്യം നോക്കൂ. ഇവിടെ 12 വോൾട്ട് തന്നിട്ടുണ്ട്, ഇവിടെ 4 ഓം റെസിസ്റ്റർ ഉണ്ട്, ഇവിടെ RL ഉണ്ട് അല്ലെ? ചോദ്യം ഇതാണ്, ഫൈൻഡ് തെവെനിൻ ഇക്വലന്റ് അക്രോസ് AB. ABക്ക് അക്രോസ് ഉള്ള, ഇവിടെ തന്നിട്ടുണ്ട് AB 2 പോയിന്റ്, അതിന് അക്രോസ് ഉള്ള തെവെനിൻ ഇക്വലന്റ് കണ്ടുപിടിക്കണം. തെവെനിൻ ഇക്വലന്റ് എന്ന് പറഞ്ഞാൽ VTh ഉം RTh ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇതിന്റെ ഇക്വലന്റ് സർക്യൂട്ട് നമ്മൾ വരയ്ക്കാൻ പോവാണ്. ആദ്യം നമ്മൾ ഇക്വലന്റ് സർക്യൂട്ട് ഒന്ന് വരച്ചു വെക്കാം. ഇവിടെ RL ഉണ്ട്, ഇവിടെ RTh ഉണ്ട്, ഇവിടെ VTh ഉണ്ട്. ഇതിലൂടെ ഒഴുകുന്ന കറണ്ട്. സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞേ, ഈ ലോഡ് റെസിസ്റ്റർ റിമൂവ് ചെയ്യണം. അപ്പൊ ആ റിമൂവ് ചെയ്തിട്ടുള്ള ആദ്യം സ്റ്റെപ്പ് 1 ചെയ്യാം. സ്റ്റെപ്പ് 1 നമ്മൾ എന്ത് ചെയ്തു? വോൾട്ടേജ് സോഴ്സ് അവിടെ ഉണ്ട്, ആ റെസിസ്റ്റർ അവിടെ ഉണ്ട്. ആ ലോഡ് റെസിസ്റ്ററിനെ മാത്രം നമ്മൾ എന്ത് ചെയ്തു? റിമൂവ് ചെയ്തു. അവിടെ എന്താക്കി? ഓപ്പൺ സർക്യൂട്ട് ആക്കി റിമൂവ് ചെയ്തിട്ട്. അപ്പം ഇവിടെ 12 വോൾട്ട് അവിടെ തന്നെ ഉണ്ട്, ഇവിടെ 4 ഓം ഉണ്ട്. ഇനി നമ്മൾ ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്താ ഉള്ളത്? ഒരു 12 വോൾട്ട് സപ്ലൈ ഉണ്ട്, അതിന് സീരീസ് ആയിട്ട് ഒരു 4 ഓം റെസിസ്റ്റർ ഉണ്ട്. സോ നമുക്ക് ഈ എക്കും ബിക്കും അക്രോസ് ഉള്ള ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കണം, അതായത് VTh കണ്ടുപിടിക്കണം. അപ്പം നോക്കിയേ, ഇതൊരു ഓപ്പൺ സർക്യൂട്ട് ആയതുകൊണ്ട് ഇതിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടോ? കറണ്ട് ഫ്ലോ 0 ആണ്. സോ അതിനർത്ഥം ഇവിടെ ഈ റെസിസ്റ്ററിന് ഇതിൽ വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, കാരണം ഇതിവിടെ വോൾട്ടേജ് ഡ്രോപ്പ് ഒന്നും ഉണ്ടാവില്ല അല്ലെ, ഇത് ഓപ്പൺ സർക്യൂട്ട് ആയതുകൊണ്ട്. സ്വാഭാവികമായിട്ടും ഈ പോയിന്റിലുള്ള വോൾട്ടേജ് തന്നെ ആയിരിക്കില്ലേ ഈ പോയിന്റിൽ ഉണ്ടായിരിക്കുക അല്ലെ? എബിക്കും ഈ ബാറ്ററിക്ക് അക്രോസ് ഉള്ള 12 വോൾട്ട് തന്നെ ആയിരിക്കില്ലേ എബിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ നമ്മൾ എന്താണ്? VTh എന്ന് പറഞ്ഞാൽ എത്ര വരും? V തന്നെയാണ്, അതിനർത്ഥം 12 വോൾട്ട് തന്നെയാണ് എന്ത്? VTh. സോ നമുക്ക് VTh എന്ത് കിട്ടി? 12 വോൾട്ട് എന്ന് കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പില് സ്റ്റെപ്പ് 2 ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? നമ്മൾ ഏതെങ്കിലും സോഴ്സ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഓഫ് ചെയ്യണം അല്ലെങ്കിൽ ഡീആക്ടിവേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അതിന് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് വോൾട്ടേജ് സോഴ്സ് ആണത്. വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം. എന്നിട്ട് ആ റെസിസ്റ്റർ അങ്ങനെ തന്നെ വരച്ചു, അവിടെ ഓപ്പൺ ആയിട്ട് തന്നെ വെച്ചു. ലോഡ് റെസിസ്റ്റർ ഇല്ല, അവിടെ ഓപ്പൺ ആയിട്ട് തന്നെ വെച്ചു. AB റെസിസ്റ്ററിന്റെ 4 ഓം വാല്യൂ ആണ്. സോ ഇനി നമ്മൾ ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ നമുക്ക് എത്ര റെസിസ്റ്റർ ഉണ്ട്? ഇവിടെ ആകെ ഒരൊറ്റ റെസിസ്റ്റർ ഉള്ളൂ അല്ലെ, 4 ഓമിന്റെ റെസിസ്റ്റർ. അപ്പൊ അതിനർത്ഥം RTh എത്ര കിട്ടും? RTh എന്ന് പറഞ്ഞാൽ 4 ഓം റെസിസ്റ്റർ ആണ്. ഇത് ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു സർക്യൂട്ട് ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ എളുപ്പത്തിൽ കിട്ടുന്നത്. നേരെ മറിച്ച് കുറച്ചും കൂടി റെസിസ്റ്ററും പാരലായിട്ട് സീരീസ് ആയിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ സീരീസ് പാരലൽ മെത്തേഡ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും? സോൾവ് ചെയ്താൽ റെഡ്യൂസ് ചെയ്തിട്ട് RThലേക്ക് എത്തണം. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് RTh കിട്ടി, VTh കിട്ടി. ഇനി നമ്മൾ നമ്മുടെ ഇക്വലന്റ് സർക്യൂട്ടിലേക്ക് അത് വരയ്ക്കാൻ പോവാണ്. അപ്പൊ സോ ഇക്വലന്റ് സർക്യൂട്ട് വരയ്ക്കുന്നു. RTh, ലോഡ് AB, ഇത് RL ആണ്, ഇവിടെ RTh ഉണ്ട്, അതുപോലെ ഇവിടെ VTh ഉണ്ട്. അപ്പൊ VTh നമുക്ക് കിട്ടി എത്രയാണ്? 12 വോൾട്ട് ആണ്. RTh നമുക്ക് കിട്ടി എത്രയാണ്? 4 ഓം ആണ്. ഇനി നമുക്ക് ഇതിലുള്ള കറണ്ട് കണ്ടുപിടിക്കാലോ. എങ്ങനെ കണ്ടുപിടിക്കും? സോ I കാണാനായിട്ട് എന്ത് ചെയ്യണം? I is equal to VTh divided by RTh plus RL. ഓക്കെ, ഇനിയിപ്പം നമുക്ക് ഇതിന്റെ വാല്യൂ അറിയില്ല, വേണമെങ്കിൽ ജസ്റ്റ് RL ഒരു 8 ഓം ഇട്ട് കൊടുക്കാം. ജസ്റ്റ് പറയാം, ഒരു എക്സാമ്പിൾ പറയാം. RL 8 ഓം ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? I is equal to VTh 12 ആണ്, 12 divided by
RTH എത്രയാ 4 + 8 എന്ത് വരും 12/12 is equal to 1 ആംപിയർ എന്ന് വരും. സോ നമുക്ക് RLന്റെ വാല്യൂ തരാത്തതുകൊണ്ട് നമുക്ക് RLന് നമുക്ക് ഏത് വാല്യൂ ഇട്ട് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ സോൾവ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്താം. അപ്പൊ ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് നമുക്ക് കിട്ടും 1 ആംപിയർ എന്ന് പറഞ്ഞിട്ട്. RL 8 ഓം ആണെങ്കിൽ അങ്ങനെ RLന് വില വാല്യൂ കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ചെയ്ത് നോക്കാം. സോ ഇതാണ് അതിന്റെ ഓവറോൾ ഐഡിയ. മനസ്സിലായോ? ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് ഇത്. ഇത് തന്നെയാണ് നമ്മൾ പല കോംപ്ലക്സ് സർക്യൂട്ടിലും വരുന്ന സമയത്ത് റിപ്പീറ്റ് ചെയ്യേണ്ടത്, ഇതേ പ്രൊസീജിയർ. ഓക്കെ, നമുക്ക് ഇതേപോലെ ഒരു പ്രോബ്ലം കൂടി ചെയ്യാം അല്ലെ? സോറി, ഇതേപോലെ നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാം. ചോദ്യം ഇതാണ്, ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. സെയിം മെത്തേഡ് തന്നെയാണ്, സെയിം വലിയ കോംപ്ലക്സ് ഒന്നും അല്ലാത്ത ഒരു സർക്യൂട്ട്. RL തന്നിട്ടുണ്ട്, എത്രയാണ് 3 ഓം ആണ്. അതുപോലെ ഇവിടെ A, ഇവിടെ B തന്നിട്ടുണ്ട്, ഇവിടെ 2 ഓം തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 10 വോൾട്ട് തന്നിട്ടുണ്ട്, 10 പ്ലസ് മൈനസ്. ഓക്കെ, ഇതാണ് നമ്മുടെ സർക്യൂട്ട്. ചോദ്യം തന്നിരിക്കുന്നത് ഫൈൻഡ് തെവനിൻ അക്രോസ്. ചോദ്യം ഇങ്ങനെയാണ്, ഫൈൻഡ് തെവനിൻ അക്രോസ് ദി 3 ഓം റെസിസ്റ്റർ. അതിൽ വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് ആദ്യമേ എന്ത് ചെയ്യില്ല, ഇവിടെ RL ആണെന്നോ ഒന്നും പറയില്ല, അത് ഞാൻ പറയാൻ വിട്ടുപോയതാ. ഓക്കെ, ക്വസ്റ്റ്യനിൽ നമുക്ക് ജസ്റ്റ് ഈ ഒരു സർക്യൂട്ട് തരും, അല്ല പിക്ചറിൽ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. ജസ്റ്റ് 3 ഓം എന്ന് വരും, ഇതെന്ന് വരും. അപ്പം നമ്മളോട് ചോദിക്കുന്നത് എങ്ങനെയാ, ഒരു മിനിറ്റ്. ചോദ്യം എന്താ, ഫൈൻഡ് തെവനിൻ അക്രോസ് 3 ഓം റെസിസ്റ്റർ എന്നാണ്. അപ്പം ക്വസ്റ്റ്യനിലാണ് ഇങ്ങനെ തരിക 3 ഓം റെസിസ്റ്ററിന് അക്രോസ് ഉള്ള തെവനിൻ വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ ആ ക്വസ്റ്റ്യനിൽ നിന്നും നമുക്ക് അതിന്റെ യഥാർത്ഥ ഫോമിലേക്ക് മാറ്റി വരയ്ക്കുക. അതായത് ഇങ്ങനെ വരയ്ക്കുന്നു, 10 വോൾട്ട് 10 പ്ലസ് ഓർ മൈനസ്, ഇവിടെ 2 ഓം ഉണ്ട്, ഇവിടെ 3 ഓം എന്നുള്ളത് RL ആണ്, RL is equal to 3 ഓം. ഇവിടെ എന്തുണ്ട്, A ഉണ്ട്, B ഉണ്ട്. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്തു, അതിനെ ആ ഒരു ഫോർമാറ്റിലേക്ക് വരച്ചു. ഇനി എന്താ വേണ്ടത്, ഇനി നമുക്ക് ഇതിന്റെ ഈക്വലന്റ് സർക്യൂട്ട് ഒന്ന് വരച്ചു വെക്കാം. തെവനിൻ ഈക്വലന്റ് സർക്യൂട്ട്. എങ്ങനെ ഈക്വലന്റ് സർക്യൂട്ട് വരിക, സോറി അവിടെ വോൾട്ടേജ് സോഴ്സ് ആണ് വേണ്ടത്. ഈക്വലന്റ് സർക്യൂട്ട് നമുക്ക് ഇവിടെ വരയ്ക്കാം. ഈക്വലന്റ് സർക്യൂട്ട്, ഈക്വിവാലന്റ് സർക്യൂട്ട് എങ്ങനെ വരയ്ക്കും, ദേ ഒരു വോൾട്ടേജ് സോഴ്സ്, അതിന് സീരീസ് ആയിട്ടൊരു റെസിസ്റ്റർ, പിന്നെ അതിന്റെ നമുക്ക് കണ്ടുപിടിക്കേണ്ട ലോഡ് റെസിസ്റ്റർ. ഇപ്പോൾ സീരീസ് ആയിട്ട് റെസിസ്റ്റർ നമ്മൾ RTH എന്ന് കൊടുത്തു, ഈ വോൾട്ടേജ് സോഴ്സ് നമുക്ക് VTH എന്ന് കൊടുക്കാം, ദെൻ RL. ഇതാണ് നമ്മുടെ ഈക്വലന്റ് സർക്യൂട്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യും, ആദ്യത്തെ സ്റ്റെപ്പ് 1 ചെയ്യും. സ്റ്റെപ്പ് 1 ഫൈൻഡ് VTH, ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്. ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്. സോ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ലോഡിനെ റിമൂവ് ചെയ്യണം അല്ലെ. ഈ ABക്കും Bക്കും അക്രോസ് ഉള്ള ലോഡിനെ റിമൂവ് ചെയ്യണം. സോ എന്ത് ചെയ്യാ, റിമൂവ് ലോഡ് RL. അപ്പൊ നമ്മൾ അത് ഒന്ന് വരയ്ക്കാൻ പോവാണ്. ഇവിടെ 2 ഓം ഉണ്ട്, ഇവിടെ നമ്മുടെ വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, എത്ര 10 വോൾട്ട് പ്ലസ് ഓർ മൈനസ്. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ലോഡ് റിമൂവ് ചെയ്തു. ഇനി ഇവിടുത്തെ വോൾട്ടേജ് ആണ് എന്ത്, തെവനിൻ വോൾട്ടേജ് VTH. അത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. സോ നോക്ക്, നേരത്തെ നമ്മൾ ചെയ്ത സെയിം സാധനം തന്നെയല്ലേ. അതായത് ഇവിടെ എന്ത് സംഭവിച്ചു, ഇവിടെ ഇതൊരു ഓപ്പൺ സർക്യൂട്ട് ആണ്, ഇതിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടോ, കറണ്ട് ഫ്ലോ 0 ആണ്. കാരണം ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിലൂടെ മാത്രമേ കറണ്ട് ഫ്ലോ ഉണ്ടാവുള്ളൂ. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്താണ്, ഒരു ഓപ്പൺ സർക്യൂട്ട് ആണ്, ഇതിലൂടെ കറണ്ട് ഫ്ലോ ഇല്ല. അപ്പൊ ഈ 2 ഓം റെസിസ്റ്ററിന് ഇവിടെ പ്രത്യേകിച്ച് ഒരു പ്രാധാന്യം ഇല്ല, തന്നെ അതിൽ വോൾട്ടേജ് ഡ്രോപ്പ് ഒന്നും ഉണ്ടാവില്ല. സോ സ്വാഭാവികമായിട്ടും ഈ ബാറ്ററിക്ക് അക്രോസ് ഉള്ള 10 വോൾട്ട് തന്നെയായിരിക്കും നമ്മുടെ ഈ എയ്ക്കും ബിക്കും അക്രോസ് കിട്ടുക. സോ അത് എത്ര തന്നെയാണ്, VTH എന്ന് പറഞ്ഞാൽ V തന്നെയാണ്, എത്രയാണ് 10 വോൾട്ട് ആണ്. ക്ലിയർ ആണോ? ഇനി അടുത്ത സ്റ്റെപ്പ് 2 ഫൈൻഡ് RTH. RTH കാണാൻ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞേ, റീപ്ലേസ് അല്ലെങ്കിൽ എന്ത്, ഡിസ്കണക്ട് സോഴ്സസ്.
ഡിസ്കണക്ട് സോഴ്സസ്. സോഴ്സ് ഡിസ്കണക്ട് ചെയ്യാനായിട്ട് ഇവിടെ വോൾട്ടേജ് സോഴ്സ് ആണ്. വോൾട്ടേജ് സോഴ്സ് നമ്മൾ എങ്ങനെ ഡിസ്കണക്ട് ചെയ്യും? ഒരു ഷോർട്ട് സർക്യൂട്ട് വെച്ച് ഡിസ്കണക്ട് ചെയ്യും. സോ സ്വാഭാവികമായിട്ട് അവിടെ 2 ohm റെസിസ്റ്റർ ഉണ്ട്. നമ്മുടെ ഓപ്പൺ ഏരിയ എയും ബിയും വരച്ചു. സോ നമ്മുടെ വോൾട്ടേജ് സോഴ്സ് നമ്മൾ എന്ത് ചെയ്തു? ഒരു ഷോർട്ട് സർക്യൂട്ട് ആക്കിയിട്ട് റീപ്ലേസ് ചെയ്തു. സോ ഇനി ഇവിടുന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് അവിടെ കാണാനുള്ളത്? ആകെ ഒരൊറ്റ റെസിസ്റ്റർ കാണാനുള്ളൂ അല്ലെ? അപ്പൊ എന്താണ്? RTH നമുക്ക് കിട്ടി. എന്ത്? 2 ohm എന്ന് കിട്ടി. അപ്പൊ നമ്മൾ ഇനി നമ്മുടെ ഇക്വലന്റ് സർക്യൂട്ടിലേക്ക് പോവാണ്. ഇക്വലന്റ് സർക്യൂട്ട് എന്ന് വരച്ചാലോ? വീണ്ടും ഒരു ബാറ്ററി, ഒരു റെസിസ്റ്റർ, ലോഡ് RL, അതുപോലെ ഇവിടെ A ഉണ്ട്, ഇവിടെ B ഉണ്ട്. ഇവിടെ നമുക്ക് RTH ആണ്, ഇവിടെ നമുക്ക് VTH ആണ്. സോ VTH നമുക്ക് കിട്ടി 10 വോൾട്ട്. RTH നമുക്ക് കിട്ടി എത്രയാ? 2 ohm. അങ്ങനെ RL നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ? 3 ohm. ഇനി RL അക്രോസ് ഉള്ള തെവനിൻ വാല്യൂസ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. RL അക്രോസ് ഉള്ള തെവനിൻ വാല്യൂ, ഇവിടെ കറണ്ട് കണ്ടുപിടിക്കണം. ഓൾറെഡി കണ്ടുപിടിച്ചു, RTH ഉം VTH ഉം കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഇതിലൂടെ പോകുന്ന കറണ്ട് ഒന്ന് കണ്ടുപിടിക്കാം. കറണ്ട് മാത്രം ഒന്ന് കണ്ടുപിടിക്കാം. I is equal to, എങ്ങനെയാ കറണ്ട് കണ്ടുപിടിക്കുക? നമുക്കറിയാം ടോട്ടൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ VTH ആണ് ഡിവൈഡഡ് ബൈ RTH പ്ലസ് RL. സോ അങ്ങനെ വരുമ്പോൾ I is equal to VTH എത്രയാ? 10 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 3 എന്ന് വരുമ്പോൾ 10 ഡിവൈഡഡ് ബൈ 5. സോ കറണ്ട് എന്ത് വരും? 2 ആംപിയർ എന്ന് വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ? എളുപ്പമല്ലേ? ഇത് ഏറ്റവും ചെറിയ ബേസിക് ആയിട്ടുള്ള ഒരു സർക്യൂട്ട് ആയതുകൊണ്ടാണ് ഇത്ര നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്. എന്ന് വെച്ചാൽ അത്ര പാടുമല്ല. നമുക്ക് എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സർക്യൂട്ട് തന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ ചെയ്താൽ മതി. ആദ്യം ലോഡ് റിമൂവ് ചെയ്യുക, ആ സമയത്തുള്ള ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കുക, പിന്നെ എന്ത് ചെയ്യുക? ലോഡുകളൊക്കെ സോഴ്സുകളൊക്കെ എന്ത് ചെയ്യുക? ഓഫ് ചെയ്യുക അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുക. എങ്ങനെ? വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ആയിട്ടും കറണ്ട് സോഴ്സ് ആണെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് എന്ത് ചെയ്യുക? റീപ്ലേസ് ചെയ്യുക. അതിനുശേഷമുള്ള ടോട്ടൽ ഈക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? RTH കിട്ടും. അങ്ങനെ ഈ VTH ഉം RTH നമ്മൾ നമ്മുടെ ഈക്വലന്റ് സർക്യൂട്ടിലേക്ക് ആഡ് ചെയ്യുന്നു. അങ്ങനെ ആ ലോഡ് റെസിസ്റ്ററിന്റെ അക്രോസ് ഉള്ള കറണ്ട് ആണെങ്കിൽ കറണ്ട്, വോൾട്ടേജ് ആണെങ്കിൽ വോൾട്ടേജ് കണ്ടുപിടിക്കുന്നു. ഇനി നമുക്ക് ഇതിന്റെ ഈ RL അക്രോസ് ഡ്രോപ്പ് ആവുന്ന വോൾട്ടേജ് കണ്ടുപിടിച്ചൂടെ? എങ്ങനെ കണ്ടുപിടിക്കാം? VRL എന്ന് പറഞ്ഞാൽ എത്രയാ? I ഇൻറ്റു RL ആണ്. അതായത് അതിലൂടെ ഒഴുകുന്ന കറണ്ട് ഇൻറ്റു ആ റെസിസ്റ്റർ. അപ്പം I എത്രയാ? 2 ഇൻറ്റു റെസിസ്റ്റർ 3 is equal to 2 into 3 6 വോൾട്ട്. അപ്പം 6 വോൾട്ട് എവിടെ? ഇവിടെ നമുക്ക് ഇവിടെ എന്താണ് ഡ്രോപ്പ് ആവുന്നുണ്ട്. അപ്പൊ അതിന്റെ VRL നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. VRL is equal to 2 into 3 6 വോൾട്ട്. സോ ചോദിച്ച് VRL അതിന് അക്രോസ് ഡ്രോപ്പ് ആവുന്ന വോൾട്ടേജ് അല്ലെങ്കിൽ അവിടെയുള്ള വോൾട്ടേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിലൂടെ കണ്ടുപിടിക്കാം. കറണ്ടും വോൾട്ടേജും ഒരുപോലെ കണ്ടുപിടിക്കാം. ഓക്കെ, ക്ലിയർ? ഓക്കെ, ഇനി നമ്മൾ ഒരു ഷോർട്ട് കട്ട് ആയിട്ട് ഓർത്തിരിക്കുക. ആദ്യം എന്ത് ചെയ്യണം? സ്റ്റെപ്പ് 1 റിമൂവ് ലോഡ് റെസിസ്റ്റർ. ഇങ്ങനെ ഒരു ടേബിൾ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ നോട്ട് ബുക്കിൽ വരച്ചു വെക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ പറ്റും. കുറെ ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ നമുക്ക് നോക്കാൻ തോന്നൂല. പക്ഷെ അതിന് പകരം ഇത്ര ഒരു ടേബിൾ പോലെ സ്റ്റെപ്പ് ആയിട്ട് എഴുതി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ആദ്യം നമ്മൾ ലോഡ് റെസിസ്റ്റർ റിമൂവ് ചെയ്യുന്നു. ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് VTH കണ്ടുപിടിക്കുന്നു. അതിനുശേഷം നമുക്ക് RTH കാണാനായിട്ട് ഇൻഡിപെൻഡന്റ് സോഴ്സുകളൊക്കെ നമ്മൾ ഓഫ് ചെയ്യുന്നു. ടേൺ ഓഫ് ചെയ്യാനുള്ള നമ്മൾ പറഞ്ഞിരുന്നു. വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ആയിട്ടും കറണ്ട് സോഴ്സ് ആണെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? റീപ്ലേസ് ചെയ്യും. ദെൻ ആ സമയത്ത് അവിടെ അങ്ങനെ ചെയ്തതിനു ശേഷം നമ്മൾ RTH കണ്ടുപിടിക്കും. ഈ ടോട്ടൽ ഇക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കും. അതാണ് RTH. ദെൻ VTH RTH ആയി സീരീസ് ചെയ്തിട്ട് നമ്മൾ ഒരു ഇക്വലന്റ് സർക്യൂട്ട് വരയ്ക്കും. ആ ലോഡ് കണക്ട് ചെയ്തിട്ട് അതിന്റെ വാല്യൂസ് എത്രയാണോ, കറണ്ട് ആണെങ്കിൽ കറണ്ട്, വോൾട്ടേജ് ആണെങ്കിൽ വോൾട്ടേജ് നമ്മൾ ഈസിലി ആയിട്ട് കണ്ടുപിടിക്കും. ഇതാണ് അതിന്റെ ഒരു മെത്തേഡ്. ഓക്കെ, സോ ഓർത്തിരിക്കേണ്ടത് തെവനിൻ എന്ന് പറഞ്ഞാൽ ഒരു വോൾട്ടേജും ഒരു റെസിസ്റ്ററും ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? റീപ്ലേസ് ചെയ്യുന്നതാണ്. ഒരു വോൾട്ടേജ് ആയിട്ടും ഒരു റെസിസ്റ്റർ ആയിട്ടും നമ്മൾ എൻറ്റയർ കോംപ്ലക്സ് സർക്യൂട്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? റീപ്ലേസ് ചെയ്യുന്നു. ഓക്കെ, VTH എന്ന് പറഞ്ഞാൽ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആണ്. RTH എന്ന് പറഞ്ഞാൽ ഇക്വലന്റ് റെസിസ്റ്റൻസ് ആണ്. അപ്പൊ സോഴ്സ് ഡീആക്ടിവേറ്റ് ആയിരിക്കുന്ന സമയത്തുള്ള ഇക്വലന്റ് റെസിസ്റ്റൻസ്. ഓക്കെ, ഇക്വലന്റ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് 1 റെസിസ്റ്റർ. അതായത് 1 വോൾട്ടേജ് സോഴ്സ് സീരീസ് വിത്ത് 1 റെസിസ്റ്റർ. ഇതാണ് ഇക്വലന്റ് റെസിസ്റ്റൻസ്, ഇക്വലന്റ് സർക്യൂട്ട് VTH RTH. ഓക്കെ, ഇവിടെ നമ്മൾ RL കണക്ട് ചെയ്യും. സോ
വോൾട്ടേജ് സോഴ്സിനെ ഓഫ് ചെയ്യാനായിട്ട് ഷോർട്ട് സർക്യൂട്ടും കറണ്ട് സോഴ്സിനെ ഓഫ് ചെയ്യാനായിട്ട് ഓപ്പൺ സർക്യൂട്ടും ആണെന്ന് മൈൻഡിൽ സെറ്റ് ആക്കി വെക്കുക. അത് മറന്നു പോകരുത്. ഓക്കെ. അതുപോലെ തന്നെ VTH നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലോഡ് റിമൂവ് ചെയ്തിട്ടാണെന്നുള്ളത് ഓർത്തിരിക്കുക. ലോഡ് റിമൂവ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, VTH കണ്ടുപിടിക്കാൻ, ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കാൻ. അതുപോലെ തന്നെ RTH കാണാനായിട്ട് നമുക്ക് എപ്പോഴും ഇൻഡിപെൻഡന്റ് സോഴ്സുകൾ, അതിൽ ഏതൊക്കെ ഇൻഡിപെൻഡന്റ് സോഴ്സ് ഉണ്ടോ അതൊക്കെ ഡീആക്ടിവേറ്റിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പാടുള്ളൂ, RTH കണ്ടുപിടിക്കാൻ പാടുള്ളൂ. ഓക്കെ. പിന്നെ നമുക്ക് ലോഡ് കറണ്ട് കാണാം, IL = VTH / RTH + RL. ഓക്കെ. ഈ സീക്വൻസ് ഒരിക്കലും മറന്നു പോകരുത്. എളുപ്പമാണ്. ആദ്യം ലോഡ് റിമൂവ് ചെയ്യുക, VTH കണ്ടുപിടിക്കുക, ഡീആക്ടിവേറ്റ് സോഴ്സ് ഡീആക്ടിവേറ്റ് ചെയ്യുക, RTH കണ്ടുപിടിക്കുക, ആ ലോഡിനെ വീണ്ടും കണക്ട് ചെയ്യുക, എന്ത് ചെയ്യുക, നമുക്ക് അവസാനത്തെ വാല്യൂസ് കണ്ടുപിടിക്കുക ലോഡിന്റെ. ഓക്കെ. അപ്പൊ നമ്മൾ വ്യക്തമായിട്ട് വൃത്തിയായിട്ട് നമ്മൾ ഒരു ചെറിയ എക്സാമ്പിൾ വെച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യും, ഇതിന്റെ പ്രോബ്ലംസ് നമ്മൾ ചെയ്യും. ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയൊക്കെയാണ് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുന്നത്, ഒരു കോംപ്ലക്സ് സർക്യൂട്ട് എങ്ങനെ ഇത് വെച്ച് ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. ഓക്കെ. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. എല്ലാവർക്കും നല്ലൊരു എന്താ പറയാ പഠനം ആശംസിക്കുന്നു. താങ്ക് യു.